പുതുസംരംഭം തുടങ്ങാൻ കുടുംബശ്രീക്കാർക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനമൊരുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ മിഷന്റെ സഹായത്തോടെയാണ് 60 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനമൊരുക്കുന്നത്. പുതുസംരംഭം തുടങ്ങാൻ കുടുംബശ്രീക്കാർക്ക് കമ്പ്യൂട്ടർ പരിശീലനമൊരുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ മിഷന്റെ സഹായത്തോടു കൂടിയാണ് 60 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ഒരുക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. രഞ്ജിത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. സന്തോഷ് കുമാർ സ്വാഗതവും CDS ചെയർപേഴ്സൺ സുനിത സുനിൽ നന്ദിയും പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈ രഞ്ജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഫെയ്സി വി ഏർനാട്, CK പുഷ്പാങ്കദൻ, ദീപു മോൻ, മിനി പൗത്രൻ, പുഷ്പവല്ലി, മെമ്പർ സെക്രട്ടറി രാജീവ് P, ഫാക്കൽറ്റി അംഗം ഷാജി എന്നിവർ സംസാരിച്ചു. പരിശീലനം നൽകുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകേണ്ടുന്ന ഒരു ഗ്യാരണ്ടിയുണ്ട്. ഞങ്ങൾക്ക് നൽകേണ്ടുന്ന ഗ്യാരണ്ടി, ഈ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് 75% ആളുകളെങ്കിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. അത് നിങ്ങൾ വ്യക്തിഗതമായോ അതല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായോ അത്തരം സംരംഭങ്ങൾ നിർബന്ധമായിട്ടും ആരംഭിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ലക്ഷ്യമാക്കുന്നത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിക്കപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു K-Lift എന്ന് പറഞ്ഞ പദ്ധതി. K-Lift എന്ന് പറഞ്ഞ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷം, ഈ വരാൻ പോകുന്ന സാമ്പത്തിക വർഷക്കാലം 3 ലക്ഷം യുവതികൾക്ക്, 3 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപന നയം. ആ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പരിപാടികൾ കുടുംബശ്രീ സംഘടിപ്പിക്കുന്നത്. ഈ 60 ദിവസക്കാലം ഫെബ്രുവരി മാസം 2-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് പരിശീലനം പൂർത്തിയാക്കി നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയും ഉള്ളവരായി മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത ദിവസം പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് അലമാരയുടെ വെച്ച് കൂട്ടിയിട്ട് വീണ്ടും മാറി നടക്കലല്ല, മറിച്ച് ഇതിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സംരംഭങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ, കൂട്ടായ ചിന്തയിലൂടെ കൃത്യമായ ധാരണയുണ്ടാക്കി ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് വേണ്ടത്.